ഹായ് ഫ്രണ്ട്സ്, പ്രീമിയസ് കിച്ചണിൽ നമ്മൾ ഉണ്ടാക്കുന്നത് തിലാപ്പിയ കറിയാണ് കേട്ടോ. തേങ്ങാപ്പാലോ തേങ്ങ അരച്ചതോ ചേർക്കാതെ നമ്മൾ കുടംപുളി മാത്രം ഇട്ടിട്ടാണ് നമ്മളിന്ന് തിലാപ്പിയ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രീമിയസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 1.5 കിലോ തിലാപ്പിയാണ് കറി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ തിലാപ്പിയ കഴുകുന്ന സമയത്ത് പുളിവെള്ളവും, അല്ലെങ്കിൽ തിലാപ്പിയ എന്ന് മാത്രമല്ല മീനെല്ലാം കഴുകുന്ന സമയത്ത് പുളിവെള്ളവും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് കഴുകുക. അപ്പോൾ അതിലെ അഴുക്കെല്ലാം മാറി നല്ലതുപോലെ ക്ലീൻ ആയിട്ട് കിട്ടും. ഇത് കണ്ടില്ലേ, തിലാപ്പിയിലെ അല്ല ആ കറുത്ത കളറെല്ലാം മാറി നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കിലോ ചെറിയ ഉള്ളിയാണ്, നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്. 5 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 സ്പൂണ് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയും നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചെറിയുള്ളിയും പച്ചമുളകും നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം ഒന്ന് നല്ലതുപോലെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. അത് പച്ചമണമെല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 4 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനൊപ്പം 2 സ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പൊടികളുടെ പച്ചമണമെല്ലാം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ചമണമെല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിക്കാം. തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചുള്ള കുടംപുളിയാണ്, അത് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചാറ് എത്ര വേണോ അതിനനുസരിച്ച് 1.5 കിലോ തിലാപ്പിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ചാറ് നമുക്ക് ഒഴിക്കാം. അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2 സ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചാറൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കാം. ഇത് ചാറ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുടംപുളിയെല്ലാം നല്ലപോലെ തിളച്ചതേയും മറിയുന്നുണ്ട്. ഇനി അപ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ തിലാപ്പിയ മീൻ, അരിഞ്ഞ് വെച്ചുള്ള തിലാപ്പിയ മീൻ ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നുകൂടെ നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. മീനെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കണ്ടില്ലേ, നമ്മുടെ മീനെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ നോക്കിയ ശേഷം ചേർക്കുക. അപ്പോൾ ഇനി കുടംപുളിയെല്ലാം നല്ലപോലെ തിളച്ച് അതിൽ ആ പുളിയെല്ലാം നല്ലപോലെ ഒന്ന് പിടിക്കുകയും കൂടെ വേണം. അപ്പോൾ അത് ഇത്രയല്ലോ നമ്മുടെ തിലാപ്പിയ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ഓൺ ആക്കിയിടുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സ്നേഹത്തോടെ